LPG മണ്ണെണ്ണ ഇതിനേക്കാളൊക്കെ എഫിഷ്യൻ്റ് ആയ ഒരു ഫ്യൂവലാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എന്നാലും ഹൈഡ്രജൻ നമ്മുടെ വീട്ടിലെ കുക്കിംഗ് ആവശ്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഹൈഡ്രജൻ നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക്, അതായത് കുക്കിംഗ് ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്തത്? അതെ, കലോറിഫിക് വാല്യൂ എന്നൊരു സംഭവമുണ്ട്. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂവല് കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രമാത്രം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു, ഇതാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പെട്രോള്, മണ്ണെണ്ണ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന LPG ഇതിനേക്കാളൊക്കെ കലോറിഫിക് വാല്യൂ കൂടിയ ഒരു ഫ്യൂവലാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കത്തുമ്പോൾ ഈ പറയുന്ന പെട്രോളിനേക്കാളും മണ്ണെണ്ണയേക്കാളും ഒരുപാട് ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഹൈഡ്രജനെ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നില്ല. അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് നേച്ചറുള്ള ഒരാളാണ്. ഹൈഡ്രജൻ കത്തുമ്പോൾ സ്ഫോടക സാധ്യത കൂടുതലാണ്, കുറച്ച് ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ സ്റ്റോറേജും എല്ലാം ഡിഫിക്കൽട്ടാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മറ്റ് എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം.